വെൽക്കം ടു Eduvalley. ഇന്ന് നമ്മൾ എക്സലിനകത്തെ ഫംഗ്ഷൻസിനെ കുറിച്ചുള്ള സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. ആദ്യത്തെ ഭാഗത്തിനകത്ത് നമ്മൾ പവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ അതിൻ്റെ സ്പെഷ്യൽ കേസസ്, രണ്ടാമത്തെ ഭാഗത്തിനകത്ത് കോഷ്യൻ്റ് ഫംഗ്ഷൻ അതിൻ്റെ സ്പെഷ്യൽ കേസസ്, ഈ ഭാഗത്തിൽ നമ്മൾ മോഡ് ഫംഗ്ഷൻ അതിൻ്റെ കേസസ്, ഇത്രയാണ് പഠിക്കണേ. കോഷ്യൻ്റ് ഫംഗ്ഷനും മോഡ് ഫംഗ്ഷനും ഒരേപോലെ തന്നെയാണ്. എന്താണ് വ്യത്യാസമുള്ളൂ? കോഷ്യൻ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ ചെയ്യണേ? കോഷ്യൻ്റ് ഫംഗ്ഷൻ എന്താ ചെയ്യണേ? ഓർത്ത് നോക്കിയേ, എന്താ ചെയ്യണേ? ഒരു ഡിവിഷൻ്റെ റിമൈൻഡർ പാർട്ട് അല്ലെങ്കിൽ ഫ്രാക്ഷൻ പാർട്ട് സ്റ്റോർ ചെയ്യുന്ന ഭാഗമാണ് ആരെന്ന് പറയുന്നേ? മോഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഒരു വ്യത്യാസമുണ്ട്. മോഡ് എന്നുള്ള ഫംഗ്ഷൻ ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. സോ ഈക്വൽ ടു MOD എന്നാണ് നമ്മൾ എഴുതേണ്ടത്. മോഡ് ഓഫ് നമ്പർ കോമ ഡിവൈസർ. ഓർത്തിരിക്കുക, എന്താണ് മോഡ് ഓഫ് നമ്പർ കോമ ഡിവൈസർ. രണ്ട് ആർഗ്യുമെന്റേ നമ്മുടെ മോഡ് ഫംഗ്ഷൻ ഉള്ളൂ, നമ്പർ കോമ ഡിവൈസർ. ഇതിനപ്പുറത്തേക്ക് ഒരു ആർഗ്യുമെന്റ് ഇവിടെ വരത്തില്ല. അപ്പം നമ്മളുടെ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ ഒരു പാർട്ട് ഉണ്ടാവും, ഇവിടെ ഒരു പാർട്ട് ഉണ്ടാവും. ഇതിനകത്ത് നമ്പർ എന്ന് പറയുന്ന ഭാഗമാണ് മുകളിലുള്ളത്, ദെൻ ഡിവൈസർ ആണ് താഴെ വരുന്ന ഭാഗം. ഓക്കെ, അപ്പം ന്യൂമറേറ്ററിനെയാണ് നമ്മൾ നമ്പർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിനോമിനേറ്ററിനെയാണ് നമ്മൾ ഡിവൈസർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക, മോഡ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്പറും ഡിവൈസറും. രണ്ട് ആർഗ്യുമെന്റേ ഉള്ളൂ. ഓക്കെ, ദെൻ നോക്കുക, മോഡ് ഫംഗ്ഷൻ സ്റ്റോർ ഡാഷ് ഓഫ് എ ഡിവിഷൻ. ഓക്കെ, എന്താണ് സ്റ്റോർ ചെയ്യണേ? മോഡ് ഫംഗ്ഷൻ ഒരു ഡിവിഷന്റെ എന്തിനെയാണ് സ്റ്റോർ ചെയ്യുക? റിമൈൻഡറിനെയാണ് സ്റ്റോർ ചെയ്യുക, അല്ലെ? അപ്പം നമ്മളുടെ ആൻസർ വരുന്നത് എന്താ? ഓപ്ഷൻ എ, റിമൈൻഡർ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു ഡിവിഷന്റെ ഫ്രാക്ഷൻ പാർട്ടിനെയാണ് ആര് സ്റ്റോർ ചെയ്യുക? മോഡ് ഫംഗ്ഷൻ സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ഡിവിഷന്റെ റിമൈൻഡറിനെ അല്ലെങ്കിൽ ഫ്രാക്ഷൻ പാർട്ടിനെ സ്റ്റോർ ചെയ്യുന്ന ഭാഗമാണ് ആര്? ഏത് ഫംഗ്ഷനാണ്? മോഡ് ഫംഗ്ഷൻ ആണ്. ക്ലിയർ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മോഡ് ഫംഗ്ഷൻ ഈസ് എ ടൈപ്പ് ഓഫ്, എന്ത് ടൈപ്പ് ഫംഗ്ഷൻ ആണ്? മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്, അല്ലേ? മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് മോഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് മോഡ്. ദെൻ നോക്കുക, ഹൗ മെനി ആർഗ്യുമെന്റ് ഡസ് എ മോഡ് ഫംഗ്ഷൻ ഹാവ്? മോഡ് ഫംഗ്ഷന് എത്ര ആർഗ്യുമെന്റ് ഉണ്ട്? രണ്ട് ആർഗ്യുമെന്റ്സേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലേ? രണ്ട് ആർഗ്യുമെന്റ്സേ ഉള്ളൂ മോഡ് ഫംഗ്ഷന്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ആർഗ്യുമെന്റ് ഓഫ് എ മോഡ് ഫംഗ്ഷൻ? മോഡ് ഫംഗ്ഷന്റെ ആർഗ്യുമെന്റുകൾ ഏതാണ്? അപ്പൊ തെറ്റിക്കാനായിട്ടുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്, തെറ്റിപ്പോവരുത്. ഏതൊക്കെയാണ് മോഡ് ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്? നമ്പറും ഡിവൈസറും. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? ബോത്ത് എ ആൻഡ് ബി. ക്ലിയർ അല്ലേ? ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ വരിക. ഏതൊക്കെയാണ്? നമ്പറും ഡിവൈസറും ആണ് മോഡ് ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ്. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ പ്രകാരം ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. അപ്പം 4 പോയിന്റുകൾ പഠിച്ചു. എന്താണ് മോഡ് ഫംഗ്ഷൻ ചെയ്യുന്നത്? അത് എന്ത് ടൈപ്പ് ഫംഗ്ഷൻ ആണ്? എത്ര ആർഗ്യുമെന്റ് ഉണ്ട്? ഏതൊക്കെയാണ് ആർഗ്യുമെന്റ്? ക്ലിയർ അല്ലേ? ഇതാണ് ഈ മോഡ് ഫംഗ്ഷന്റെ ബേസ് എന്ന് വരുന്നത്. ഇനി നമ്മൾ സ്പെഷ്യൽ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്പെഷ്യൽ കേസ് നോക്കാം. ഇങ്ങനെ ചോദ്യം വരാം, മോഡ് ഓഫ് 4,2. 4 എന്ന് പറയുന്നത് നമ്പറും 2 എന്ന് പറയുന്നത് ഡിവൈസറും ആണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് N/D ആണ്, ഡിവിഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 4നെ 2 കൊണ്ട് ഹരിക്കണം. അപ്പം 4നെ 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് ശിഷ്ടം എത്ര കിട്ടി? 0 കിട്ടി. മോഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ സ്റ്റോർ ചെയ്യണേ? ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ടാണ് സ്റ്റോർ ചെയ്യുക. അപ്പം നമ്മളുടെ റിസൾട്ട് എന്താണ്? 0. ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് എത്രയാണ് കിട്ടുക? 0 ആണ് കിട്ടുക, അല്ലെ? റിമൈൻഡർ ആണ് സ്റ്റോർ ചെയ്യണേ. അപ്പോൾ നമ്മളുടെ ആൻസർ ഏതാണ്? 0. ക്ലിയർ അല്ലേ? ഇതാണ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ, ഇങ്ങനെ ചോദിക്കാം. നെക്സ്റ്റ് ആണ് മോഡ് ഓഫ് 25,2. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കോഷ്യന്റ് ഫംഗ്ഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗം കണ്ടവർക്ക് ഒരു വിധം ആൻസർ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ എന്ത് ചെയ്യാണ്? 25നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? 2 കൊണ്ട് ഹരിക്കാനായിട്ട് പോവാണ്. അപ്പം 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നോക്കിയേ, ശിഷ്ടം എത്ര വന്നു? 1 വന്നു, അല്ലേ? അപ്പം നമ്മളുടെ റിമൈൻഡർ എത്രയാണ്?
1 ഫ്രാക്ഷൻ പാർട്ടിലേക്ക് നമ്മൾ കടക്കുന്നില്ല, ഡെസിമൽ പോയിന്റ് എടുക്കാൻ നമ്മൾ പോയിട്ടില്ല, അതിന് തൊട്ട് മുമ്പുള്ള റിസൾട്ടാണ് കാണിക്കുക എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ പോയി കാണുക. സോ നമ്മളുടെ ഇവിടുത്തെ റിസൾട്ട് എത്രയാണ് വരിക? 1 വരിക അല്ലേ, ഈക്വൽ ടു മോഡ് ഓഫ് 25,2. 25നെ 2 കൊണ്ട് ഹരിക്കുന്ന ശിഷ്ടം എത്രയാണ്? 1 വരിക അല്ലേ. ഫൈനൽ ശിഷ്ടത്തിന്റെ കാര്യമല്ല പറയണേ കേട്ടോ. അപ്പോൾ എത്രയാണ് വരിക? 1 കാണിക്കുക അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മോഡ് 0,5. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഹരണത്തിന്റെ ന്യൂമറേറ്റർ സൈഡിൽ ഏറ്റവും ആ വരയുടെ മോൾ ഭാഗത്ത് 0 ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് റിസൾട്ട്? 0 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കേസ് തന്നെയാണ് ഇവിടെ എടുക്കേണ്ടത്. മോഡ് ഫംഗ്ഷന്റെ നമ്പർ സൈഡിൽ 0 വരികയും ഡിനോമിനേറ്റർ സൈഡിൽ അല്ലെങ്കിൽ ഡിവൈസർ സൈഡിൽ ഏതെങ്കിലും സംഖ്യ വരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ n/d വരുന്നിടത്ത് 0/d ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് റിസൾട്ട്? 0 ആണ് റിസൾട്ട്. അപ്പോൾ നമ്മളുടെ മോഡ് ഫംഗ്ഷൻ എന്താ കാണിക്കുക? 0 ആണ് കാണിക്കുക. ക്ലിയർ അല്ലേ? 0 ആണ് കാണിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മോഡ് 5,0. നമ്മളുടെ ഡിവൈസർ 0 ആയിപ്പോയി. അപ്പോൾ എങ്ങനെ വരും? n/d ആണ് നമ്മളുടെ ചെയ്യേണ്ട രീതി. n/0 വരികയാണ്. ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഡിവൈസർ സൈഡ് 0 ആയി കഴിഞ്ഞാൽ എന്താണ്? ഇൻഫിനിറ്റ് ആണ് റിസൾട്ട്. സോ എക്സലിൽ എന്താ കാണിക്കുക? എറർ ആണ് കാണിക്കുക. അപ്പം മോഡ് ഫംഗ്ഷനും കോഷ്യന്റ് ഫംഗ്ഷനും ഒരേപോലെ തന്നെയാണ്. എന്തേ വ്യത്യാസമുള്ളൂ? മോഡ് ഫംഗ്ഷൻ റിമൈൻഡർ സ്റ്റോർ ചെയ്യുന്നു, കോഷ്യന്റോ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ മോഡ് ഫംഗ്ഷന്റെ ഡിവൈസർ 0 ആവുന്ന സമയത്ത് എന്താണ് റിസൾട്ട്? എറർ ആണ് കാണിക്കുക. നമ്പർ 0 ആവുന്ന സമയത്ത് 0 എന്നാണ് കാണിക്കുക. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മോഡ് ഫംഗ്ഷൻ റിട്ടേൺസ് 0 ഇഫ് ഡാഷ് ഇസ് 0. മോഡ് ഫംഗ്ഷനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. മോഡ് ഫംഗ്ഷൻ എപ്പോഴാണ് നമുക്ക് 0 റിസൾട്ട് തരിക? എന്ത് 0 ആവുമ്പോഴാണ്? അതിന്റെ ആർഗ്യുമെന്റ് ആയിട്ടുള്ള നമ്പർ 0 ആവുമ്പോഴാണ് ആര് 0 ആവുക? മോഡ് ഫംഗ്ഷന്റെ റിസൾട്ട് 0 ആവുക. ക്ലിയർ അല്ലേ? നമ്പർ എന്നാണ് ഓർക്കേണ്ടത് കേട്ടോ. മോഡ് ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എന്താ? നമ്പർ ആണ്. ഇനി അടുത്തത് നോക്കിയേ. എപ്പോഴാണ് മോഡ് ഫംഗ്ഷൻ എറർ കാണിക്കുക? മോഡ് ഫംഗ്ഷൻ എപ്പോഴാണ് എറർ കാണിക്കുന്നത്? ഡിവൈസർ 0 ആകുമ്പോഴാണ്. ഇവിടെ തെറ്റിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കരുത്. മോഡ് ഫംഗ്ഷൻ ആണ് ചോദിച്ചേക്കുന്നത്. മോഡ് ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്പർ ഡിവൈസർ എന്നുള്ളതാണ് അതിന്റെ ആർഗ്യുമെന്റ്. അപ്പൊ നമ്പർ എന്ന് പറയുന്ന ആർഗ്യുമെന്റ് 0 ആയി കഴിഞ്ഞാൽ നമുക്ക് 0 എന്നാണ് കാണിക്കുക. ഡിവൈസർ എന്ന് പറയുന്ന ആർഗ്യുമെന്റ് 0 ആയി കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കാണിക്കുക? എറർ കാണിക്കുക. സോ നമ്മുടെ ആൻസർ വരുന്നത് എന്താ? ഡിവൈസർ ആണ്. ക്ലിയർ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് എറർ റിട്ടേൺ ഇഫ് മോഡ് ഫംഗ്ഷൻ ഫെയിൽ? മോഡ് ഫംഗ്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്ത് എററാണ് കാണിക്കുക എന്നാണ് ചോദിച്ചേ. മോഡ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലും കോഷ്യന്റ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലും എറർ ആവുന്നത് ആ വരയുടെ താഴ്ഭാഗത്തുള്ള കണ്ടന്റ് അല്ലെ. നമ്മൾ എന്താ എഴുതുന്ന ഹരണത്തിന്? x/y വേർ y നോട്ട് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ എഴുതുക അല്ലെ. അപ്പൊ ആ y എന്ന് പറയുന്നതാണ് നമ്മളുടെ ഡിവൈസർ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ. മോഡ് ഫംഗ്ഷനകത്താണെങ്കിൽ ഡിവൈസർ 0 ആവുന്ന കണ്ടീഷനിലാണ് എറർ കാണിക്കുക. കോഷ്യന്റ് ഫംഗ്ഷനിലാണെങ്കിലോ ഡിനോമിനേറ്റർ 0 ആവുന്ന സൈഡിലാണ് എറർ കാണിക്കുക. അപ്പൊ എന്ത് എററാണ് കാണിക്കുക? മോഡ് ഫംഗ്ഷനിലാണെങ്കിലും എന്താണ്, കോഷ്യന്റ് ഫംഗ്ഷനിലാണെന്നുണ്ടെങ്കിലും div/0 എന്ന് പറയുന്ന എററാണ് കാണിക്കുക അല്ലെ. div/0 എന്ന് പറയുന്ന എററാണ് കാണിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ മോഡ് ഫംഗ്ഷനെ കുറിച്ച് പഠിക്കാനുള്ളൂ. കോഷ്യന്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇത് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സോ രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുക. സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു.